ഗൈസ്, വെൽക്കം ടു ഡാപ്പിക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ. എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അന്ന് നമ്മൾ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് സോംബി സർവൈവർ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അന്ന് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ കാറാണിത്. ആദ്യം ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ മോഡിഫൈ ചെയ്തെടുത്താണ്. എന്നാൽ നമ്മൾ അവിടെ നിന്ന് വന്നു. സോംബി ചേട്ടൻ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. മരെല്ലാം ഇടിച്ചങ്ങില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ മെഷീനൊക്കെ ചെയ്യാണ്ട്, അന്നേരം അതെല്ലാം ഒന്ന് ചെയ്ത് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ മെഷീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മഴയെല്ലാം തല്ലിക്കൊല്ലാൻ പോകാൻ അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ മെഷീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നല്ലോ, ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറി പോവാണ്. അയ്യോ, ഗേറ്റ് തുറക്കണ്ട, ഇപ്പം കയറാനില്ല. മെഷീൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ ഇട്ടില്ല നമ്മൾ വീഡിയോ. ഞങ്ങൾക്ക് 2 ചാനലുണ്ട്. എൻ്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ചാനലാണ്. പേരെന്താന്ന് അവർ തന്നെ പറയും. പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. പക്ഷേ അതിന് മുമ്പേ വല്ലയിടത്തി വണ്ടി മാറ്റാൻ വന്നതാണ്. പക്ഷെ വണ്ടി പൊട്ടിച്ച് കളഞ്ഞു. എന്നാൽ നമ്മൾ ഈ വണ്ടി വെച്ചല്ല കളിക്കുന്നത്. വേറൊരു വണ്ടിയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഇനി മോഡിഫൈ ചെയ്യണം. ഇത് വേറെ ഒരു വണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇതെടുത്തു നേരെ പോവാണ്. ഇതെടുക്കാൻ കാരണം ബൂസ്റ്റർ ഉണ്ട്. ഇത് ബൂസ്റ്റ് ചെയ്താൽ നല്ല സ്പീഡ് പോവും. ഗണ്ണെടുത്തിട്ടുണ്ട്. ഇനി മഴയും തള്ളിക്കൊണ്ട് ഇത് തേളിച്ചൊക്കെ പോകുന്നേ. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ചാടിക്കിടക്കും. അങ്ങോട്ട് നോക്കിക്കൊണ്ട് വന്നതാണ്. ഈ വണ്ടി ഇടിച്ചു. പുതിയ ഗണ്ണെടുത്തിട്ട് ഒടുക്കിട്ടടിക്കുക. നമുക്ക് ഈ റാമ്പ് ചാടിയിട്ട് അങ്ങല്ല അങ്ങോട്ട് പോയാലും എന്നൊരു സംശയം. അങ്ങോട്ട് പോകണമെന്നൊരു ഇതുണ്ട്. എന്നാലും നമ്മൾ ചാടിച്ച് മണ്ടയ്ക്കോട്ട് കയറ്റാൻ നോക്കുകയാണ്. ബൂസ്റ്റ് ചെയ്തോ. ഓവർ പൊക്കം വേണ്ട. നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചാടി കേട്ടോ. ദൈവം വരുന്ന ഒരു ബസ്സിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓടിച്ചു. പക്ഷെ നമ്മുടെ വണ്ടി അങ്ങടപ്പുണ്ടായിരുന്നു. അത് നമ്മൾ എടുക്കാൻ പോവാണ്. കാരണം നമ്മൾ അവിടെ വെച്ച് കറക്റ്റ് ആയില്ലായിരുന്നു. അന്നേരം ചാടി എത്താമെന്ന് വിചാരിച്ചു ചാടിയതാണ്. പക്ഷേ പാലത്തിൽ കയറിയിട്ട് നടക്കാൻ തോന്നിറങ്ങിയിട്ട് അത് കിടന്നു. ചെയ്യാൻ മെഷീൻസ് ഒന്നും ഇല്ലെങ്കിൽ അടുത്തൊരു ഏരിയയിലോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ കറങ്ങി നടക്കുന്നത്. അല്ല ഉണ്ടോയെന്ന് നോക്കണം. ഇത് ചെയ്തിട്ടുള്ളതാണ്. ടിക്കുള്ളതാണ്. അതിൻ്റെ അർത്ഥം ചെയ്തിട്ടുള്ളതാണ്. മണ്ടയിലൊന്നും കാണിക്കുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പറയാനോ കയറാൻ വല്ല വരി ഉണ്ടോയെന്ന് നോക്കാം. അല്ല, ഇവിടുന്ന് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ നമ്മളുണ്ടെങ്ങനെ ഇത് മണ്ടയിലോട്ട് അതെനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നു. ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി. ഓക്കെ, അങ്ങനെ ഇത് മണ്ടയിൽ കയറി. എന്നിട്ട് ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് കയറാം. ഓക്കെ, കയറി. പക്ഷേ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എന്തോ അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബാക്ക് എടുത്തിട്ട് കറക്കി ഒന്നുകൂടെ അങ്ങോട്ട് കയറ്റാം. സ്പീഡ് എടുത്ത് കയറ്റി. പക്ഷെ ചാടിപ്പോയി. അതുകൊണ്ട് സ്ലിപ്പായി. വണ്ടി പൊട്ടിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അടിച്ചു. യോ, വണ്ടി പോലെ കഷ്ടപ്പെട്ട് ഇവിടെ മതി കയറ്റിയത്. ദയവൂന്ന് എടാ തിരിഞ്ഞു നോക്കി കോട്ടി കാണിക്കുന്നു. വണ്ടിയുടെ ഫ്രണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. കമ്പിയൊക്കെ വെച്ച് കെട്ടി സീൻ അന്നേരം നമ്മൾ വണ്ടി എടുത്ത് മണ്ടയ്ക്കോട്ട് കയറ്റുവാണ്. കയറിയാൽ മതി. കയറി കേട്ടോ. ആളെ പുച്ഛിച്ചൊന്നും കണ്ട കൊച്ചാന്നേ ഉള്ളൂ. പക്ഷെ സോംബീസൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുന്നേ കണ്ടു. ഒരു ജോലിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ അതൊക്കെ ചെയ്തത്. ഇന്ന വണ്ടിക്കോട്ടാണ് ഞാൻ നേരത്തെ കയറാനായിട്ടിരുന്നത്. എൻ്റെ അടുത്തൊക്കെ തന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്. മതിയാവുന്ന അടിച്ചു കൊല്ലാം. അതിൻ്റെ മണ്ടയ്ക്കുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്.
എന്നാലും നമ്മൾ പോവാണ്. എന്തിനാന്നല്ലേ, ഇവിടെ ഒരു ഗണ്ണടപ്പുണ്ട്. ഗണ്ണ് എടുക്കുവാണെങ്കിൽ 2 ഗണ്ണാക്കില്ല, ഉണ്ട കിട്ടും. എന്നാൽ നമ്മൾ താരോട്ടിന് ഇറങ്ങണം. അങ്ങനെ കഷ്ടപ്പാട്. താഴെ വെള്ളമുണ്ട്, എന്നാലും അയ്യോ എറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് കൊല്ലു ചട്ട. ഈ ചെറുക്കനെയാണ് പേടിക്കുന്നത്. എവിടെ കണ്ടാലും എന്ത് കൈ കിട്ടിയാലും അതെടുത്തെറിയും. ഇത് ഇച്ചിരി ആടാണ്, ഇത് കളിക്കാൻ പറ്റത്തില്ല. ബോസ് ഫൈറ്റ് കളിച്ച് ടാസ്ക്കാണ്. എന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. ആ സ്ഥലം മഞ്ഞ സ്ഥലമാണ്. അവിടെ സ്റ്റാർ കാണിക്കുന്നുണ്ട്, എന്തുവന്നൊന്നും അറിയില്ല. ഓ ഞാൻ പറയാം, നമ്മൾ മുമ്പ് ചത്ത സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം. ഞാൻ എടുത്തിട്ട് സ്റ്റാർ വിളിച്ച് അയ്യോ ഗുണ്ട് ഇറക്കം മുന്നേ ഗുണ്ട് ഇറക്കം. ആ വയറും കുളിക്കൊണ്ട് വന്നില്ലേ, ആ ചെറുക്കനാണ് ഗുണ്ടി ഇറക്കൻ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അവന്മാരെല്ലാം അടിച്ച് പിടിച്ച് അടാത്തിക്കയിലോട്ട് പോവാണ്. ഇവിടെ സീനാട്ടോ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. എങ്ങനെ വന്നാൽ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോകണം. നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാണ്, കാരണം അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോകാനാണ്. കാരണം ഇപ്പോൾ ലൈഫ് തീരെയില്ല. നിങ്ങൾക്ക് നോക്കാം, ഉണ്ടയുടെ താഴെ കിടക്കുന്ന ഇത് കിടന്ന് മിന്നുന്നുണ്ട്, അതാണ് ലൈഫ്. അതുകൊണ്ടാണ് വണ്ടിയുടെ പുക പോകുന്നത്, അല്ലാതെ മറ്റേതല്ല. നമ്മൾ സ്റ്റേഷനിലെത്തി. വണ്ടിയുടെ ലൈഫ് കുറവായതുകൊണ്ട് ഈ വണ്ടി എടുക്കുകയാണ്. അത് ഞാൻ ഡയമണ്ടിൻ്റെനകത്ത് കയറി നിൽക്കുകയാണ്. ഈ വണ്ടി അത്യാവശ്യം ഞാൻ മോഡിഫൈ ചെയ്തതാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുത്ത് നേരെ ഉണ്ടാക്കിക്ക്. എടുക്കണ്ടായിരുന്നെന്ന് തോന്നി. അയ്യോ അത് പോയി. സിക്സ് അടിച്ചിട്ടിട്ടുണ്ട്. പറയുന്നു എൻ്റെ കാരണമൊന്നും അറിയില്ല. പറയുന്നു പോവാ. ഇതോ വളർക്കുന്നു. ഇതോ ഉരുണ്ട് പോകുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി തന്നെയാണ്. 5 മിനിറ്റ് എന്തെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ആടായിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഓടെ കൈ അത് പൊട്ടി. പെട്ടെ നേരെ കിട്ടു. അങ്ങോട്ട് ടൈമില്ലാത്ത സമയത്തൊക്കെയാണ് വണ്ടിയുടെ ക്ലിപ്പ് പോകുന്നത്. കിടക്കുന്നുണ്ട്, വണ്ടിക്ക് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. സമയമില്ലാത്ത നേരത്തൊക്കെയാണ് ക്ലിപ്പിൻ്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കണ്ട് നമ്മൾ പക്ഷേ ധൈര്യം വിശ്വാസം കൈവിടാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു. ഫസ്റ്റ് 13 ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വന്നിട്ട് കഷ്ടപ്പാടാണ് കേട്ടോ. തെങ്ങിയൊക്കെ പോവാണ്. വെള്ളമാണ്, പക്ഷെ ഉറങ്ങി കല്ലായി കിടക്കുവാണ്. അയ്യോ ദൈവം, ഒന്നാമത് വണ്ടി ക്ലിപ്പില്ലാതെ നടക്കുക. എന്നാലും മറന്നല്ലേ എന്തൊരു കഷ്ടമൊക്കെയാന്ന് റൈസ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു പോവുകയാണ്. അവിടെ ഒരു മെഷീൻ ഉണ്ട്, ട്രോഫിയുടെ പടം കാണിക്കുന്നുണ്ട് അവിടെ തന്നെ. വണ്ടി മാറിയാലോ എന്നൊന്ന് ചെറിയൊരു തോന്നൽ. പോയി ഇവിടെ വന്ന് ഇതെടുത്തു. കടാ ഇത് ചാടി വന്നു. പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. വിഷ കിട്ടട്ടെ.
അതിൻ്റെ മണ്ടയിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടടാ. അയ്യോ പറ്റിയില്ല, തീർന്നു. ഒന്നാമത് ക്ലിപ്പ് കിട്ടാത്ത സ്ഥലവും അതിൻ്റെ ഇടയിൽ കൂടി മതി, ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടി സമയം തീർന്നു നോക്കണ്ട. ചെറിയൊരു ഫെയിലായ ദേശത്തിൽ നമ്മൾ ഉമ്മാരി തള്ളിക്കൊള്ളുകയാണ്. നമുക്കിനി നേരിൽ അങ്ങോട്ട് പോകും. വർഷോപ്പാണ് അവിടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ വെച്ചാൽ വണ്ടിയൊന്നും മാറണം. ക്ലിപ്പൊന്നുമില്ല, പോകുന്നുണ്ട്. ഇവിടെ പക്ഷേ ക്ലിപ്പൊക്കെ ഉണ്ട്. വെള്ളത്തിലോട്ടൊക്കെ ഓടിക്കേണ്ടതാണ്. എന്തുപോലെ കയറി പെട്ടെന്ന് ഓടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് ഓക്കെ, അത് ചെയ്യണം. ചെറുക്കൻ്റെ കൊടുത്താൽ പിന്നെ നമ്മൾ വണ്ടി എടുത്തു. ഉറപ്പിച്ചങ്ങോടാൻ പോവാണ്. ഉറപ്പിച്ചു വിട്ട് ഇവിടം വരെ വന്നു. ചാടി അങ്ങോട്ട് ഇവിടുന്ന് ചാടി ഓടി അങ്ങോട്ട് ചെല്ലും. അവിടുന്ന് ചാടി ഓടിച്ചു ഡയറക്റ്റ് അങ്ങ് കയറി ചെല്ലും. ഇത്ര ഉള്ളി. അയ്യോ, അവിടെ ഇരുന്ന ക്യാൻ പൊട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ക്യാനിന് പകരം വേറെ എന്തൊക്കെയാണ് പൊട്ടിയത്. ഓക്കെ, ബൂസ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പോയിന്റ് കിട്ടിയേ. ഇല്ലെങ്കിൽ അവിടെ നോക്കിയാണ് പലപ്പാലും വെള്ളത്തിൽ കിട്ടിയ കുടിച്ചിട്ടു പുറത്തിട്ടു. അയ്യോ കൂടാ. അയ്യോ ഇവിടെ എത്താൻ പറ്റത്തില്ല. അയ്യോ ഒരു മനുഷ്യനോട്ട് ഇതങ്ങോട്ട് വന്നു. ഓക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് പൈസ ഇല്ല എന്നല്ല, സോറി, ഡയമണ്ട് ഇല്ല.